ഡീൽ ആരോപണം. തന്നെ തോൽപ്പിക്കാൻ ബി.ജെ.പി പ്രവർത്തകർ വാട്സ്ആപ്പ് സന്ദേശം അയച്ചെന്ന എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വി ജോയ് റിപ്പോർട്ടറിനോട്. ബി.ജെ.പി വോട്ടുകൾ യു.ഡി.എഫ് സ്ഥാനാർത്ഥി വർക്കല കഹാറിന് നൽകണമെന്നായിരുന്നു സന്ദേശം. വർക്കല ബി.ഡി.ജെ.എസിന് നൽകിയിരുന്ന സീറ്റാണ്. ഡീലുണ്ടെന്ന് അപ്പോൾ മനസ്സിലായില്ലേ എന്നും വി ജോയ്. ഡീൽ ആരോപണം എന്ന് പറഞ്ഞാൽ വർക്കലയിലെ ഒരു ഡീൽ ആരോപണം ഉണ്ട്. നിങ്ങളെ ഇവിടെ ഇത് ബി.ഡി.ജെ.എസിന് കൊടുത്തിരുന്ന സീറ്റാണ്. അപ്പോഴാണ് ബി.ജെ.പിയിലെ ആളുകൾ വാട്സപ്പ് മെസ്സേജ് ഇട്ടതും വോയിസ് കോൾ ഇട്ടതും. എന്താണ്? ജോയിയെ ജയിപ്പിക്കാൻ പാടില്ല ബി.ജെ.പിക്കാർ. ബി.ജെ.പിയുടെ വോട്ട് കഹാറിന് കൊടുക്കണം, യു.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് കൊടുക്കണമെന്ന് വോയിസ് മെസ്സേജ് ഇട്ട നാടാണിത്. അപ്പോൾ ഡീലുണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ. ആ ഡീൽ അവർ വെച്ചേക്കട്ടെ, നമുക്ക് നോക്കാം. എം ജി പ്രതീഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. പ്രതീഷ്, യു.ഡി.എഫ് ഡീൽ ആരോപണം വിടുന്നില്ലെങ്കിൽ എൽ.ഡി.എഫും വിടുന്നില്ല എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വർക്കലയിലും ഡീൽ ആരോപണം ഉന്നയിക്കുകയാണ് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി. വി ജോയ് പറയുന്നത് പരസ്യമായി തന്നെ ബി.ജെ.പി പ്രവർത്തകർ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നല്ലേ? തീർച്ചയായും പ്രതിപക്ഷ നേതാവ് തുടക്കമിട്ട ഡീൽ ആരോപണം അത് CPM കൂടി ഏറ്റെടുക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് വർക്കല. വർക്കലയിൽ ബി.ജെ.പി വോട്ടുകൾ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കഹാറിന് മറച്ചു നൽകുന്നുവെന്നതാണ് CPM സ്ഥാനാർത്ഥിയായ വി ജോയിയുടെ ആരോപണം. നേരത്തെ 2 തവണയും അവിടെ മത്സരിച്ചിരുന്നത് ബി.ഡി.ജെ.എസ് ആണ്. ആ ബി.ഡി.ജെ.എസ് മത്സരിക്കുമോ എന്നുള്ളൊരു ഘട്ടം എത്തി നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ഓഡിയോ പുറത്തു പോകുന്നത്. ഈ ബി.ജെ.പി വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കഹാറിന് നൽകണമെന്നും ഈ തിരഞ്ഞെടുപ്പിൽ വി ജോയിയെ തോൽപ്പിക്കണമെന്നുമായിരുന്നു ആ ഓഡിയോ സന്ദേശം. അത് CPM തന്നെയാണ് ആ സന്ദേശം പുറത്തുവിട്ടതും. അതിന് പിന്നാലെ അവിടെ ആ സീറ്റ് ബി.ജെ.പി ഏറ്റെടുക്കുകയായിരുന്നു. ഈ CPM തന്നെ ഉണ്ടായിരുന്ന സ്മിത സുന്ദരേശനെയാണ് ബി.ജെ.പി സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നത്. അതിന് പിന്നാലെ ബി.ഡി.ജെ.എസിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഉയർന്നിരുന്നു. അങ്ങനെ ബി.ജെ.പി ബി.ഡി.ജെ.എസ് വോട്ടുകൾ വർക്കല കഹാറിലേക്ക് പോകും, അല്ലെങ്കിൽ വർക്കല കഹാറിന് നൽകുമെന്നതാണ് നിലവിൽ CPM ഉന്നയിക്കുന്ന ആരോപണം. അത്തരത്തിൽ ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലൊരു ഡീല് വർക്കലയിലുണ്ട്. ഇതാണ് പ്രധാനമായും LDF ഉയർത്തിക്കാട്ടുന്ന കാര്യം. വരുന്ന ഈ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലൊക്കെ തന്നെ ഇത് വലിയ വിഷയമായി മാറ്റി തീർക്കാൻ തന്നെയാണ് നിലവിൽ വി ജോയ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അത്തരത്തിലൊക്കെ ഡീൽ ഉണ്ടെങ്കിൽ പോലും വർക്കലയിൽ ഉറപ്പായും LDF സ്ഥാനാർത്ഥി LDF വിജയിക്കും എന്ന ആത്മവിശ്വാസമാണ് വി ജോയ് പങ്കുവയ്ക്കുന്നത്. ആ ഡീലൊക്കെ തന്നെ കയ്യിൽ വച്ചാൽ മതി എന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇതുവരെ 1500 കോടിയുടെ വികസനം വർക്കലയിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വികസനങ്ങളിൽ ഊന്നിയുള്ള പ്രചരണമാണ് താൻ നടത്തുന്നതെന്നും അത്തരത്തിൽ വിജയം ഉറപ്പായിരിക്കും എന്നുകൂടി വി ജോയ് പറയുന്നുണ്ട്. ഒപ്പം ഈ ബി.ജെ.പി സ്ഥാനാർത്ഥിക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം പാർട്ടി നിരവധി പദവികൾ നൽകിയ ഒരാളാണ്. ആ പദവികളൊക്കെ തന്നെ സ്വീകരിച്ച ശേഷമാണ് പാർട്ടിയോട് വഞ്ചന കാണിച്ച് ബി.ജെ.പി പാളയത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയോട് ജനങ്ങൾ മറുപടി നൽകുമെന്ന പ്രതികരണം കൂടി വി ജോയ് നടത്തുന്നുണ്ട്. അങ്ങനെ വർക്കല മണ്ഡലത്തിൽ ഡീൽ ആരോപണം ഉയരുന്നു. ആ ആരോപണം ഉയരുമ്പോൾ പോലും തികഞ്ഞ ആത്മവിശ്വാസം കൂടിയാണ് LDF സ്ഥാനാർത്ഥി വി ജോയ് പ്രകടിപ്പിക്കുന്നത്. ശരി, ആര്യ. ഓക്കെ, എം ജെ പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.